everyone, welcome to Vaishna's Career Hub. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെ, ഒരു ഫ്രഷർ ആയിരിക്കെ എങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാതെ ഫസ്റ്റ് ജോബിലേക്കോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിലേക്കോ കടക്കേണ്ടത്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. പ്രൊഫഷണൽ വേൾഡിലേക്ക് കടക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള അപ്രോച്ച് തന്നെ വേണം. പ്രത്യേകിച്ച് നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ. ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, സ്വാഭാവികമാണ് അല്ലെ? അപ്പൊ ഇന്റർവ്യൂസിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു ടെൻഷൻ ആയിരിക്കും. ഓക്കെ, എക്സ്പീരിയൻസ് ഇല്ല, ഒരു പെർട്ടിക്കുലർ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാള് എങ്ങനെയാണ് ജോബിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത്? അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട, അതിനുള്ള ടിപ്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മൾക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വർക്ക് എക്സ്പീരിയൻസിലൂടെ അല്ലാതെ നമുക്ക് സ്കൂളിൽ നിന്നും വോളണ്ടിയർ വർക്കിൽ നിന്നും ഹോബീസിലൂടെയും വാല്യുബിൾ സ്കിൽസ് നേടാം. ഗ്രൂപ്പ് പ്രോജക്ട് മാനേജ് ചെയ്ത് ലീഡർഷിപ്പ് സ്കിൽസ് വളർത്താം. പ്രസന്റേഷൻസ് ചെയ്തും പബ്ലിക് സ്പീക്കിംഗിലൂടെയും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൂട്ടാം. എക്സ്ട്രാ കരിക്കുലേഴ്സിലൂടെ വരുന്ന ചാലഞ്ചസ് കൈകാര്യം ചെയ്തുകൊണ്ട് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും നേടിയെടുക്കാം. ഈ പറഞ്ഞ സ്കിൽസ് എല്ലാം റെസ്യൂമിൽ ഹൈലൈറ്റ് ചെയ്യാം. ഇന്റർവ്യൂ ടൈമിൽ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ, ബിൽഡ് എ സ്ട്രോങ് റെസ്യൂം. ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ട്രോങ് റെസ്യൂം ഉണ്ടായിരിക്കണം. അതിൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കാഡമിക് അച്ചീവ്മെന്റ്സ് ആണ്. ആദ്യമായി തന്നെ അതാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണ് പഠിച്ചത്, നിങ്ങളുടെ ഡിഗ്രി എന്താണ്, അഥവാ PG ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പെഷ്യലൈസേഷൻ ഒക്കെ എന്താണ്, ഷോർട്ട് ടേം കോഴ്സസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടെയൊക്കെ മെൻഷൻ ചെയ്യാം. മറ്റൊന്ന് പ്രൊജക്ട്സ് ആണ് മെൻഷൻ ചെയ്യേണ്ടത്. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ആണ് അവിടെ കൊടുക്കേണ്ടത്. മറ്റൊന്ന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. നിങ്ങൾ ക്ലബ്സിന്റെ മെമ്പർ ആണെങ്കിൽ ആ കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്യാം. സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം അവിടെ കൊടുക്കാം. അതുപോലെ വോളണ്ടിയറിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. പിന്നീടുള്ളത് സോഫ്റ്റ് സ്കിൽസ് ആണ്. ടീം വർക്കിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ ഡിസിപ്ലിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്യാം. ഓരോ ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോഴും ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് റെസ്യൂമിൽ മാറ്റങ്ങൾ വരുത്താൻ പ്രത്യേകം ശ്രമിക്കുക. ക്രിയേറ്റ് എ പോർട്ട്ഫോളിയോ. ഒരു വെബ്സൈറ്റോ ലിങ്ക്ഡിൻ പ്രൊഫൈലോ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിങ്ങളുടെ പ്രോജക്ട്സ്, ബ്ലോഗ്സ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് ഡിസ്പ്ലേ ചെയ്യാം. നിങ്ങൾ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീൽഡിലാണ് ജോബിന് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വർക്ക്സ് അപ്ലോഡ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രാഫിക്സ്, കോഡിംഗ് അല്ലെങ്കിൽ റൈറ്റിംഗ്. ഗെയിൻ എക്സ്പീരിയൻസ് ത്രൂ ഓൾട്ടർനേറ്റീവ്സ്. അതിൽ പ്രധാനമായിട്ടും വോളണ്ടിയർ വർക്ക് ആണ്. സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും കണക്ഷൻസ് ഉണ്ടാക്കാനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ പ്രൊജക്ട്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. മറ്റൊന്ന് പേഴ്സണൽ പ്രോജക്ട്സ് ആണ്. നിങ്ങളുടെ കരിയർ ഗോൾസുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോജക്ട്സ് ചെയ്യുക. എക്സാമ്പിൾ, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, റിസർച്ച് പേപ്പർ എഴുതുക, അല്ലെങ്കിൽ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നെറ്റ്വർക്ക് സ്ട്രാറ്റജിക്കലി. നിങ്ങൾക്ക് കരിയർ ഫെയർസ്, വെബിനാർസ് ആൻഡ് നെറ്റ്വർക്കിംഗ് ഇവന്റ്സിൽ പങ്കെടുക്കാം. ലിങ്ക്ഡിനിലൂടെ നിങ്ങളുടെ ഫീൽഡിലുള്ളവരുമായി കണക്ട് ചെയ്യാം. നെറ്റ്വർക്കിംഗിലൂടെ ഹിഡൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ സാധിക്കും. റൈറ്റ് എ ഗ്രേറ്റ് കവറിംഗ് ലെറ്റർ. കവറിംഗ് ലെറ്ററിലൂടെ നിങ്ങൾ എത്രത്തോളം ഈ ജോബ് ചെയ്യാൻ പാഷനേറ്റ് ആണെന്നും അതിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്കിൽസും ഇൻട്രസ്റ്റും ഉണ്ടെന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. എൻട്രി ലെവൽ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് എന്ന് കാണുന്ന വേക്കൻസികൾക്ക് അപ്ലൈ ചെയ്യുക. ഇത്തരം കമ്പനീസ് കാൻഡിഡേറ്റ്സിനെ ജോബ് പഠിപ്പിക്കാൻ തയ്യാറായിട്ടാണ് ഇത്തരം അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുന്നത്. ആ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതിരിക്കുക. ഫൈനലി, പ്രിപ്പയർ ഫോർ ഇന്റർവ്യൂസ്. ഇന്റർവ്യൂവിന് വിളിച്ച കമ്പനിയെ പറ്റി റിസർച്ച് ചെയ്ത് കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന് പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആ കമ്പനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് പറഞ്ഞ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പലതരത്തിലുള്ള റിജക്ഷൻസ് ഉണ്ടായേക്കാം. ഒരിക്കലും നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ജോബ് കിട്ടിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക, തോറ്റു കൊടുക്കരുത്. നമ്മൾ സ്വയം തന്നെ നമ്മളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക, സർട്ടിഫിക്കേഷൻസ് കൂട്ടി കൊണ്ടുവരിക. അതേപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം നമ്മളെ തന്നെ വളർത്താനുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരിക്കലും തോറ്റു പിന്മാറരുത്. ഓൾവേസ് റിമെമ്പർ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓൾവേസ് ദ ഹാർഡസ്റ്റ്. എന്നാൽ നിങ്ങളുടെ കണ്ടിന്യൂസ് എഫേർട്സിലൂടെയും പെർസിസ്റ്റൻസിലൂടെയും അഡാപ്റ്റബിലിറ്റിയിലൂടെയും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജോബിലേക്ക് എത്താൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ
പ്രയത്നം ഒരിക്കലും വെറുതെ ആവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.